ഹമാസിനെ പരാജയപ്പെടുത്തിക്കഴിഞ്ഞാൽ ഗസയെ എങ്ങനെ നയിക്കണം എന്നതിനെക്കുറിച്ചുള്ള പദ്ധതി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് വിശദീകരിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈ ആഴ്ച യുദ്ധമേഖലയിൽ തിരിച്ചെത്തും. ഇതിനു മുന്നോടിയായിട്ടാണ് ഗസയിലെ ഭാവി പദ്ധതി യോവ് ഗാലന്റ് വ്യാഴാഴ്ച മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ ഉദ്യോഗസ്ഥരുമായും ഇസ്രായേൽ നേതാക്കളുമായും ചർച്ച നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതി പ്രകാരം ഒക്ടോബർ 7-ന് ബന്ദികളാക്കിയവരുടെ തിരിച്ചുവരവ് ഉറപ്പാക്കുകയും ഹമാസിനെ തകർക്കുകയും ശേഷിക്കുന്ന സൈനിക ഭീഷണികൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നതുവരെ യുദ്ധം തുടരുമെന്ന് പറയുന്നു. അതിനുശേഷം ഒരു പുതിയ ഘട്ടം ആരംഭിക്കും. ഈ സമയത്ത് ഗസ ഹമാസ് നിയന്ത്രിക്കില്ല. ഇസ്രായേൽ പൗരന്മാർക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുകയുമില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു. പ്രദേശം നിയന്ത്രിക്കാനുള്ള അവകാശം ഇസ്രായേലിൽ നിക്ഷിപ്തമായിരിക്കും. എന്നാൽ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയ ശേഷം ഗസ മുനമ്പിൽ ഇസ്രായേലി സിവിലിയൻ സാന്നിധ്യം ഉണ്ടാകില്ല. എന്നാൽ ഈ ആശയങ്ങൾ ഗാലന്റിന്റെ ഔദ്യോഗിക നയമല്ലെന്നും ഇസ്രായേലിന്റെ സുരക്ഷാ ക്യാബിനറ്റുകൾ കൂടിയാലോചിച്ച് ഉറപ്പിക്കേണ്ടതാണെന്നും പറയുന്നു. ഇസ്രായേൽ ഗസയിൽ നടത്തിയ ബോംബാക്രമണം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ചുമതല ഒരു ബഹുരാഷ്ട്ര സേന ഏറ്റെടുക്കും. ഗസ നിവാസികൾ പലസ്തീൻകാരാണ്. അതിനാൽ ഇസ്രായേലിനെതിരെ ശത്രുതാപരമായ നടപടികളോ ഭീഷണികളോ ഉണ്ടാകില്ല എന്ന വ്യവസ്ഥയോടെ പലസ്തീൻ ബോഡികൾ ചുമതലയേൽക്കുമെന്ന് ഗാലന്റ് പറഞ്ഞുവെങ്കിലും ഇത് കടുത്ത അഭിപ്രായ വ്യത്യാസത്തിന് കാരണമായി. പലസ്തീൻ പൗരന്മാരെ പ്രവാസത്തിനായി ഗസ വിടാൻ പ്രേരിപ്പിക്കണമെന്നും പ്രദേശത്ത് ജൂതവാസസ്ഥലങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നുമാണ് ചില തീവ്ര വലതുപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടത്. എന്നാൽ ഗസ എങ്ങനെയാവും ഭരിക്കപ്പെടുക എന്നതിനെക്കുറിച്ച് നെതന്യാഹു ഇതുവരെ പരസ്യ പ്രസ്താവനകൾ നടത്തിയിട്ടില്ല. ഗസയിലെ യുദ്ധം ഇനിയും മാസങ്ങൾ നീണ്ടുനിന്നേക്കാമെന്നും ഹമാസിനെ പൂർണ്ണമായി തകർക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതേസമയം ഗസയിലെ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം എങ്ങനെ മുന്നോട്ടു പോകാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന്റെ പദ്ധതി വിശദീകരിക്കുന്നുണ്ട്. ഗസ മുനമ്പിന്റെ വടക്ക് ഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെയുള്ള തുരങ്കങ്ങൾ തകർക്കുന്നതിലേക്കും വ്യോമ കര ആക്രമണങ്ങളിലേക്കും റെയ്ഡുകളിലേക്ക് നീങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. തെക്ക് ഹമാസ് നേതാക്കളെ കണ്ടെത്താനും ശേഷിക്കുന്ന ഇസ്രായേലി ബന്ദികളെ രക്ഷിക്കാനും ഇസ്രായേൽ സൈന്യം ശ്രമം തുടരുമെന്നും ഗാലന്റ് കൂട്ടിച്ചേർത്തു. അതിനിടെ ഗസ സിറ്റിയും ഖാൻ യൂനിസും ഉൾപ്പെടുന്ന ഗസയുടെ വടക്കും തെക്കും ഭാഗങ്ങളിൽ ഇന്നലെയും ആക്രമണം നടത്തിയതായി IDF അറിയിച്ചു. പലസ്തീനിലെ മുതിർന്ന ഇസ്ലാമിക് ജിഹാദ് പ്രവർത്തകൻ മംദൌ ലോലയെ വ്യോമാക്രമണത്തിൽ വധിച്ചതായും അവർ അറിയിച്ചു. എന്നാൽ ഖാൻ യൂനിസിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അൽ മവാസിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 9 കുട്ടികൾ ഉൾപ്പെടെ 14 പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഗസയിൽ ഒരിടവും സുരക്ഷിതമല്ല. ക്യാമ്പുകൾ, ഷെൽട്ടറുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, വീടുകൾ ഇവയൊന്നും യുദ്ധക്കളമാക്കരുത്. അധിനിവേശ പലസ്തീൻ പ്രദേശത്തിനായുള്ള സഹായ ഏജൻസി സേവ് ദി ചിൽഡ്രൻസ് കൺട്രി ഡയറക്ടർ ജേസൺ ലീ പറയുന്നു. എന്നാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഗസയിൽ കൊല്ലപ്പെട്ട മൊത്തം ആളുകളുടെ എണ്ണം ഈ വ്യാഴാഴ്ചയോടെ 22,400-ലധികമായെന്നാണ് ഹമാസ് ആരോഗ്യ മന്ത്രാലയം അവകാശപ്പെടുന്നത്.